Okay, next account, goods sent to branch account. The preparation of the account is in the same manner as that of debtors system, but the loading in the account is transferred to branch adjustment account. ഡെപ്റ്റർ സിസ്റ്റത്തിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. പക്ഷേ അതിൽ ലോഡിങ്, അതായത് പ്രോഫിറ്റിൻ്റെ ഷെയർ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രം. ദെൻ ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്. It is prepared with a view to exercise control over the branch cash. ബ്രാഞ്ചിൽ ക്യാഷിൻ്റെ ബാലൻസിൽ ഒരു കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. This account is generally opened where the branch is allowed to hold cash received from debtors and use it for branch expenses and remit the balance to the head office after certain interval. ഈ അക്കൗണ്ട് സാധാരണ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്രാഞ്ചിന് അവരുടെ ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് അവരുടെ ബ്രാഞ്ചിലെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ആ ക്യാഷ് ഉപയോഗിക്കാം. എന്നിട്ട് ബാലൻസ് വരുന്ന ക്യാഷ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് ബ്രാഞ്ചിലേക്ക് അടയ്ക്കണം. ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ജനറലി ഫോർ ബിഗ് ബ്രാഞ്ച് എ സെപ്പറേറ്റ് ക്യാഷ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻ. ഒരു വലിയ ബ്രാഞ്ച് ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് ക്യാഷ് അക്കൗണ്ട് തന്നെ അതിന് മെയിൻറ്റെയിൻ ചെയ്യും. This account is debited with the opening balance of cash, cash remitted by the head office to the branch, and cash collected from the debtors. ഈ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, അതുപോലെ തന്നെ ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് കൊടുക്കുന്ന ക്യാഷ്, പിന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ക്യാഷ്. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ബ്രാഞ്ച് എക്സ്പെൻസസ് ആൻഡ് എമൗണ്ട് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ് ഓർ അതർ ബ്രാഞ്ചസ്. ഇപ്പോൾ മുമ്പേ പറഞ്ഞത് ഓപ്പണിംഗ് ബാലൻസും അതുപോലെ തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ക്യാഷും അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത ക്യാഷും ഇത് ഇത്രയും ഡെബിറ്റാണ് ചെയ്യുന്നത്. ക്രെഡിറ്റ് ചെയ്യുന്നത് ബ്രാഞ്ച് എക്സ്പെൻസസ് വേണ്ടിയിട്ട് കൊടുത്ത ക്യാഷ്, അതുപോലെ തന്നെ ഹെഡ് ഓഫീസിലേക്കും മറ്റ് ബ്രാഞ്ചിലേക്കും എമൗണ്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. The balance of this account represents the closing cash lying with the branch. ഈ ബ്രാഞ്ചിൽ ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ബ്രാഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷിൻ്റെ ബാലൻസ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ബാലൻസ് ആയിട്ട് വരുന്നത്. ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ട്. The head office may maintain separate assets accounts for each fixed assets. This account is debited with the opening value of assets and purchase of the assets if any. Fixed assets account എന്ന് പറയുന്നത് സെപ്പറേറ്റ് അസറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അസറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഓരോ ഫിക്സഡ് അസറ്റിനും ഓരോ അക്കൗണ്ട് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് പർച്ചേസ് ഓഫ് ദ അസറ്റ്. ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഒന്ന് അസറ്റിൻ്റെ ഓപ്പണിംഗ് വാല്യൂ, അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ അതും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫർണിച്ചറിന് ഒരു അക്കൗണ്ട്, അതുപോലെ തന്നെ മെഷീനറിക്ക് മറ്റൊരു അക്കൗണ്ട്, അങ്ങനെ ഓരോ ഫിക്സഡ് അസറ്റിനും ഓരോ അക്കൗണ്ട് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദിസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഓൺ ദി അസറ്റ്. ഇതിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് അസറ്റിന് മേലെ എന്തെങ്കിലും ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ബാലൻസ് ഓഫ് ദി അക്കൗണ്ട് റെപ്രസെൻറ്റ്സ് ദ ക്ലോസിംഗ് വാല്യൂ ഓഫ് ദി അസറ്റ്. അസറ്റിൻ്റെ ക്ലോസിംഗ് വാല്യൂ ആണ് ബാലൻസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. Then branch stock reserve. The account starts with the credit balance representing the loading in the opening stock. The amount is transferred to the credit of branch adjustment account to arrive at correct profit. ഈ അക്കൗണ്ട് തുടങ്ങുന്നത് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള ലോഡിങ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ അത് നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടാണ് ആ അക്കൗണ്ട് തുടങ്ങുന്നത്. എന്നിട്ട് ആ എമൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന് എൻട്രി വരുന്നത് സ്റ്റോക്ക് റിസർവ് ഡെപ്റ്റഡ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ലോഡിംഗ് ഇൻ ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡെബിറ്റഡ് ടു ദ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ബൈ ഗിവിംഗ് ദ എൻട്രി. നേരെ തിരിച്ച് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു stock reserve. Following are the various accounting entries to be made under stock and debtor system. നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ എൻട്രീസ്, അക്കൗണ്ടിങ് എൻട്രീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫോർ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ച് സ്റ്റോക്ക് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്.
ഇവിടെ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബ്രാഞ്ച് സ്റ്റോക്കിൽ നിന്നാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എൻട്രി വരുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്. നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോൾ എൻട്രി വരുന്നത് എങ്ങനെയായിരിക്കും? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഫോർ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അതർ ബ്രാഞ്ചസ്, അതും സ്റ്റോക്കിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എൻട്രി വരുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. കാരണം ഇത് ഗുഡ്സ് റിസീവ് ചെയ്തതാണ്, അതുകൊണ്ട് സ്റ്റോക്ക് കൂടുകയുള്ളൂ. സ്റ്റോക്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ആൻഡ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്തു. ഫോർ ഗുഡ്സ് ട്രാൻസ്ഫർ ടു അതർ ബ്രാഞ്ചസ്, മറ്റ് ബ്രാഞ്ചിലേക്ക് നമ്മൾ ഗുഡ്സ് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻട്രി വരുന്നത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആണ് അത് കറക്റ്റായിട്ട് വരേണ്ടത്. പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആണ്. ദെൻ ഫോർ സെയിൽസ് മെയ്ഡ് അറ്റ് ബ്രാഞ്ച്, ക്യാഷ് സെയിൽസ്, ക്യാഷ് ഓർ ബാങ്ക് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. സ്റ്റോക്കിനെ ബാധിക്കുന്ന കാര്യം, സെയിൽസ് നടത്തുന്നതല്ലേ, അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. ദെൻ ക്രെഡിറ്റ് സെയിൽസ്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ നമുക്ക് ക്യാഷോ ബാങ്കോ കിട്ടുകയില്ല, ഡെപ്റ്റേഴ്സിൻ്റെ പേരായിരിക്കും വരുന്നത്. അതുപോലെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. ഫോർ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ഗുഡ്സ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയ കസ്റ്റമേഴ്സ് തിരിച്ചു തരുവാണെങ്കിൽ അത് സ്റ്റോക്കിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്. ഫോർ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് നിന്ന് ക്യാഷ് കിട്ടുവാണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്. ഫോർ ഡിസ്കൗണ്ട് അലൗഡ്, ബാഡ് ഡെപ്റ്റ്സ് റിട്ടേൺ ഓഫ് അലവൻസസ് എക്സെട്ര ടു ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന് ഈ പറഞ്ഞ എന്തെങ്കിലും അലവൻസസോ ഡിസ്കൗണ്ട് അലൗഡോ ബാഡ് ഡെപ്റ്റ്സോ ഒക്കെ വരുവാണെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മളത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടിലേക്കാണത് പോകേണ്ടത്. ബ്രാഞ്ച് എക്സ്പെൻസസ് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്. ഫോർ എക്സ്പെൻസസ് അറ്റ് ബ്രാഞ്ച് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലെ എക്സ്പെൻസ് എന്തെങ്കിലും പേ ചെയ്യുവാണെങ്കിൽ ബ്രാഞ്ച് എക്സ്പെൻസസ് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്.